ഒരു വിവരവും കേരള പോലീസിനെ ഉണ്ടായിരുന്നില്ല. കേന്ദ്ര ഏജൻസി ആയ ED കേരള പോലീസിനെയോ ആഭ്യന്തര വകുപ്പിനെയോ ഇത് സംബന്ധിച്ചുള്ള ഒരു വിവരവും മുൻകൂർ നൽകുകയോ ഇതിന് കേരള റെയ്ഡ് തുടങ്ങിയ ശേഷം നൽകുകയോ ചെയ്തിട്ടില്ല. അപ്പൊ കേരള പോലീസിനോ ആഭ്യന്തര വകുപ്പിനോ ഇതേ സംബന്ധിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എന്നാൽ റെയ്ഡ് തുടങ്ങിയ ശേഷം ഓരോ പിണറായിയിലും കോഴിക്കോടും ആളുകൾ തടിച്ചുകൂടുന്നത് കണ്ട് പോലീസ് ക്രമസമാധാനം നിലനിർത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ പോലീസ് അവിടെ സ്വമേധയാ എത്തുകയാണ് ഉണ്ടായത്. ഈ രണ്ട് സ്ഥലത്ത് ഒരു പ്രശ്നങ്ങളുമില്ലാതെ ED ഉദ്യോഗസ്ഥന്മാർ പരിശോധന കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ തിരുവനന്തപുരത്ത് ആസൂത്രിതമായ ഒരു അക്രമമാണ് ഇവിടെ ഉണ്ടായത്. പിണറായിലും കോഴിക്കോടും ഉണ്ടാകാത്ത സംഭവം എങ്ങനെയാണ് തിരുവനന്തപുരത്തുണ്ടായത്? ആ പിണറായിലും കോഴിക്കോടും ഒരു സംഘർഷവുമില്ലാതെ ED ഉദ്യോഗസ്ഥന്മാർക്ക് തിരിച്ചു പോകാൻ അവസരമുണ്ടായി. അപ്പൊ ഇവിടെ ബോധപൂർവമായി അക്രമം നടത്തുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് CPMന്റെ പ്രവർത്തകന്മാർ പ്രവർത്തിച്ചത്. അക്രമം നടത്തിയ ആളുകളുടെ പേരിൽ കർശനമായ നടപടി ഉണ്ടാകും. ഇപ്പോൾ തന്നെ കുറെ അതിൽ പ്രതികളായിട്ടുള്ള യഥാർത്ഥ ആളുകളുടെ ചിത്രങ്ങൾ പോലീസിന്റെ കയ്യിലുണ്ട്. അതുപയോഗിച്ചുകൊണ്ട് ആളുകളെ തിരിച്ചറിഞ്ഞ് ശക്തമായ നടപടി പോലീസ് സ്വീകരിക്കും. നിയമം കയ്യിലെടുക്കാൻ ഒരാളിനെയും അനുവദിക്കില്ല. അതിശക്തമായി തന്നെ ഗവൺമെന്റ് അതിനെ നേരിടും. നിയമം കയ്യിലെടുക്കാനും ജനജീവിതം സ്തംഭിപ്പിക്കാനും മണിക്കൂറുകളോളം ജനങ്ങൾക്ക് സ്വൈരജീവിതം അസാധ്യമാക്കാനുമുള്ള നീക്കം അപലപനീയമാണ്. ഇവിടെ പ്രകടനം നടത്തുന്നതിന് നമ്മളാരും എതിരല്ല, പ്രതിഷേധിക്കുന്നതിനെതിരല്ല. പക്ഷെ എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. അന്വേഷിക്കാൻ വന്ന ED ഉദ്യോഗസ്ഥന്മാരെ ആക്രമിക്കുക, 3 കാറുകൾ തല്ലി തകർക്കുക, ഇതൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. പക്ഷേ നിയമം കയ്യിലെടുക്കാനാണ് CPM തിരുവനന്തപുരത്ത് ശ്രമിച്ചത്. അത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. ഇനിയും പ്രതികളെ പിടികൂടാറുണ്ട്, അവരെ പിടികൂടുക തന്നെ ചെയ്യും. അവരുടെ പേരിൽ ശക്തമായ പോലീസ് കേസുകൾ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകും. ഞാൻ പറഞ്ഞോട്ടെ. അതുകൊണ്ട് നിയമം കയ്യിലെടുത്ത് ക്രമസമാധാനം അല്ലെങ്കിൽ നിയമവാഴ്ച തകർക്കാനുള്ള നീക്കം കഴിഞ്ഞ 2 ദിവസമായി തിരുവനന്തപുരത്ത് നടന്നു വരികയാണ്. ഒന്ന് യൂണിവേഴ്സിറ്റി യൂണിയനുമായി ബന്ധപ്പെട്ട കാര്യത്തിലും ഇപ്പോൾ ഇവിടെയും ഞാനതൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഒരു കാരണവശാലും ആരെയും നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കില്ല. അപ്പോൾ പോലീസിന്റെ കുറ്റം കൊണ്ടല്ലാതെ ഉണ്ടായൊരു സംഭവമാണിതെല്ലാം. മുൻകൂട്ടി അറിയിച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇന്റലിജൻസ് വിവരങ്ങൾ, രഹസ്യമായ വിവരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ശരിയായ അർത്ഥത്തിൽ പ്രതിരോധിക്കാൻ കഴിയുമായിരുന്നു. ED റെയ്ഡുമായി ബന്ധപ്പെട്ട ഒരു സൂചനയും കേരള പോലീസ് നൽകിയില്ല. ഇത് കഴിഞ്ഞിട്ടും അവരുടെ സുരക്ഷിതത്വത്തെ സംബന്ധിച്ചുള്ള ഒരു കാര്യവും നൽകി. പക്ഷേ കേരള പോലീസ് സമയോചിതമായ ഇടപെടലുകൾ നടത്തിയത് എല്ലാ സ്ഥലങ്ങളിലും നടത്തി എന്നുള്ളതാണ് വസ്തുത. അതുകൊണ്ട് നിയമം കയ്യിലെടുക്കാൻ ആരെയും എത്ര ഉന്നതനാണെങ്കിലും നിയമം കയ്യിലെടുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല. അത് അനുവദിക്കാൻ പാടില്ലാത്ത കാര്യമാണ്. കഴിഞ്ഞ 10 വർഷം കേരളം ഭരിച്ച ആളുകളാണ് ഇവിടെ ഈ പ്രശ്നങ്ങൾ ഇപ്പോൾ ഉണ്ടാക്കുന്നതെന്ന് അവർ തന്നെ മനസ്സിലാക്കണം. 10 ദിവസമായിട്ടുള്ള പുതിയ ഗവൺമെന്റ് വന്നിട്ട് അവിടെ ആ 10 ദിവസം കൊണ്ട് നിയമം കയ്യിലെടുക്കാം, കേരളത്തിൽ കലാപം ഉണ്ടാക്കാം, തിരുവനന്തപുരത്ത് സംഘർഷം ഉണ്ടാക്കാമെന്ന് കരുതിയാൽ അതിശക്തമായി തന്നെ അതിനെ നേരിടും. ഒരു സംശയം വേണ്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.